ഹേ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാനൊരു ലോങ് ട്രിപ്പ് പോവാണേ. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, മമ്മി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മമ്മീനെ ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒട്ടും ലേറ്റ് ആവാതെ ഞങ്ങൾ ഇറങ്ങുകയാണ്. കാരണം ഒരു 2-3 മണിക്കൂറത്തെ ട്രാവൽ ഉണ്ട് അബഹയിൽ. അപ്പോൾ ഇതേ അബഹയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ദർബ് റോഡിലേക്ക് കയറുകയാണ്. ദർബ് റോഡ് പിന്നെ അറിയായിരിക്കുമല്ലോ, ഒരു ബ്രിഡ്ജും അതിൻ്റെ 2 സൈഡിൽ നല്ല സ്റ്റീപ്പി ആയിട്ടുള്ള മൗണ്ടൻസ്, അങ്ങനെയാണ് കേട്ടോ ദർബ് റോഡ് ഉള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ പോയ അന്ന് ഭയങ്കര ക്ലൗഡി ആയിരുന്നു. ആൻഡ് അന്ന് തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇപ്പോഴും ഇവിടെ നല്ല മഴയുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴൊക്കെ പുറത്ത് നല്ലപോലെ മഴയുണ്ട്. നിങ്ങൾ റീൽസിലൊക്കെ കാണുന്നുണ്ടാവും. അബഹയിലും മഴയും മഞ്ഞും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങളിതേ ദർബ് സിറ്റിയിലെത്തി. ഇതാണ് ദർബ് സിറ്റി. ദർബ് സിറ്റിയും കഴിഞ്ഞ് പിന്നെയും കുറേ പോകണം ഞങ്ങൾക്ക്. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അന്ന് ജിസാനിലേക്കായിരുന്നു കേട്ടോ പോയത്. ജിസാനിൽ എനിക്കൊരു ഈദിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജിസാനിലേക്കാണ് നേരെ പോകുന്നത്. നമ്മുടെ അബഹയിൽ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ വരും കേട്ടോ ജിസാനിൽ എത്താനായിട്ട്. അപ്പോൾ പോണ വഴിക്ക് ഈ കാണുന്നത് ദർബ് സിറ്റിയാണ്. പിന്നെ ഷിക്കേക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഷിക്കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബഹയിലുള്ളവർക്ക് ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ഷിക്കേക്ക് എന്ന് പറയുന്നത്. ഷിക്കേക്കും കഴിഞ്ഞ് പിന്നെയും പോകണം നമ്മുടെ ജസാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജസാനിൽ ഏകദേശം എത്തുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ഷോർട്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ജസാൻ യമൻ എന്നൊക്കെ. അങ്ങനെ ഇതാണ് കേട്ടോ ജസാൻ. ഞാൻ ഇയേഴ്സ് ബാക്ക് കുഞ്ഞായിരുന്നപ്പോൾ ജസാനിൽ പോയതാണ്. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് പോകുന്നത്. ഇപ്പോഴത്തെയും ജസാൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, കുറേ ചേഞ്ച് ആയിപ്പോയി. ഇപ്പം ജിസാൻ നല്ലൊരു ഡെവലപ്ഡ് സിറ്റിയാണ്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞ് ഓർമ്മയിലുള്ള ജിസാനൊന്നും അല്ല, ഇപ്പോൾ കുറേ ഡെവലപ്ഡ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറിയത് ചാന്ദിനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ഈ വീഡിയോ ജിസാനിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ ചാന്ദിനി റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്, നല്ല പ്രൈവസി ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ പോയ ചാന്ദിനി റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ജിസാൻ കോർണിഷ് ഉള്ളത്. അവിടെ ഞങ്ങൾക്ക് പോകാൻ ടൈം കിട്ടിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫൈനലി 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളവിടെ എത്തി. വേറെ എവിടെയല്ല പോയത്, OICC ജസാൻ നടത്തുന്ന ഹലോ ജസാൻ 2K26 ആങ്കറിംഗ് ആയിട്ടാണ് പോയത്. ജസാൻ OICCയിലെ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല സെറ്റ് പരിപാടിയായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഷോർട്സിനകത്ത് കാണാൻ പറ്റും. അവിടെ കുറേ പേരൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അബഹയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും വന്നിട്ടുള്ളവർക്കൊക്കെ പരിപാടി ഓഴ്ത്തായിരുന്നു. അവരൊരിക്കലും വന്നത് കൊണ്ടിട്ട് റിഗ്രറ്റ് അടിക്കില്ല, കാരണം അത്രയ്ക്ക് സെറ്റപ്പ് പരിപാടിയായിരുന്നു. ഫിംഗർ ഷോ ഉണ്ടായിരുന്നു, DJ ഉണ്ടായിരുന്നു. വന്ന് എല്ലാവരും എൻജോയ് ചെയ്തൊരു പരിപാടിയാണ്. ആൻഡ് താങ്ക് യു OICC ജസാൻ, എനിക്ക് അങ്ങനെ ഒരു ആങ്കറിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നതിന്. അപ്പം അങ്ങനെ ഇതിൻ്റെ പരിപാടിയൊക്കെ എൻജോയ് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അന്ന് രാത്രി തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ തിരിച്ചു പോരുമ്പോൾ നമ്മളെ ദർബ് റോഡിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല പോലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിലേക്ക് ജിസാനിലേക്കൊന്നും അത്ര മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ അബഹയിലെ വ്യൂ ഇങ്ങനെയായിരുന്നു, നല്ല ഫോഗിയായിരുന്നു. അപ്പോൾ